ഇങ്ങനെ പിരമിഡ് കണ്ടതിന് ശേഷം നമ്മളൊരു ഷോപ്പിൽ കയറി എന്ന് പറഞ്ഞില്ലേ, അത് എങ്ങനെയാണ് പാപ്പരസ് ഉണ്ടാക്കുന്നത്. ഇതാണ് ഒരു പാപ്പരസ് ചെടി എന്ന് പറയണത്. ഇതിൽ നിന്നാണ് പേപ്പേഴ്സൊക്കെ ഉണ്ടാക്കണം. പുരാതന കാലത്തൊക്കെ ഡ്രോയിങ് ചെയ്തിരുന്നതൊക്കെ ആ ഒരു പേപ്പറിലാണ്. ഇതൊക്കെ അവർ എങ്ങനെ ഉണ്ടാക്കണേന്നുള്ള ഡെമോ അവർ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ആ ചെടി കട്ട് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടാക്കണേന്നുള്ളത് ഇതെങ്ങനെ ഉണ്ടാക്കണേന്നുള്ളത് അവർ കാണിക്കാം കേട്ടോ. ആ ചെടി അങ്ങനെ കട്ട് ചെയ്തിട്ട് ആ ഗ്രീൻ പാർട്സൊക്കെ കട്ട് ചെയ്ത് കളയും. എന്നിട്ട് അതിൽ നിന്ന് വെള്ളം സ്ക്യൂസ് ചെയ്ത് കളയും. അപ്പോൾ തന്നെ അത് ഫ്ലെക്സിബിൾ ആവും ആ ഒരു സ്റ്റിക്ക്. എന്നിട്ട് അവർ വെള്ളത്തിലിട്ടിട്ട് 1 വീക്ക് വെക്കും. 1 വീക്ക് ഇട്ട് കഴിഞ്ഞിട്ടുള്ള കളറാണ് പിന്നെ അവർ കാണിക്കുന്നുണ്ട്. പിന്നെ 2 വീക്സ് ആകുമ്പോഴാണ് കളർ മാറി ആ ബ്രൗൺ കളറിലെ ഷീറ്റ് ആവണത്. അത് കഴിഞ്ഞ് ഒരു ഷീറ്റിലിട്ടിട്ട് ഓരോ ലെയറിലായി വെച്ചിട്ട് ഒരു മെഷ്യത്തിൻ്റെ ഉള്ളിൽ വെക്കും. അത് 1 വീക്ക് വെക്കുമ്പോഴാണ് പേപ്പറായിട്ട് കൺവേർട്ടാക്കി വരുന്നത്. We arrange the slices in vertical and horizontal lines. Each line touches the other. We stick together naturally without any chemicals or any glue. And so on. Add the rest of the sheet, then we cover it. Put under the hand for 1 week. So 1 or 2 weeks inside, we put 1 week under the hand test, and then we have the result. Various people, the first people ever in the main history, really strong and really flexible as you can touch it. ഇനി ഇതൊക്കെ ഈജിപ്ഷ്യൻ ഹിസ്റ്ററി വെച്ചിട്ട് ഓരോ പിക്ചർ ഉണ്ടാക്കിയത് നമ്മളെ കാണിച്ചു തന്നതാണ് കേട്ടോ. ഇത് ഓരോ ലെയർ വെച്ചിട്ടാണ് പിക്ചർ വെച്ചേക്കുന്നത്. ഇത് ലൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ ഫ്ലൂറസെൻറ്റ് കളറായിട്ടുള്ള പിക്ചറാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത് വന്നിട്ട് ഈജിപ്ഷ്യൻ കലണ്ടർ ആണ്. പിന്നെ ഇത് ഹാപ്പി ഫാമിലി, അതാണ് അതിൻ്റെ തീം എന്നൊക്കെ പറയണം. ഓരോ തീമിന് പേര് പറഞ്ഞിട്ട് അതുപോലെയൊക്കെ ചെയ്ത് നമുക്ക് ഡെമോ കാണിച്ചു തരാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ ഓരോ ലെറ്ററിനും ഓരോ പിക്ചർ വെച്ചിട്ടാണ് പുരാതന കാലത്തൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തിരുന്നത്. Something, all these paintings for sale, all of them can be rolled up and we put it at you to be easy, you can carry it. Currently you take it from place that is original hand this black number in each name, price is a new. നമുക്ക് അവിടെ ചെന്ന് ആവശ്യമുണ്ടെന്നെങ്കിൽ അവർ കടലാസ് തരും. നമുക്കിഷ്ടമുള്ള ഡ്രോയിങ് വരച്ചിട്ട് നമുക്കവിടെ കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ നമുക്കെടുക്കുക, അതൊക്കെ നമ്മുടെ ഇഷ്ടം. പിന്നെ നമ്മൾ ചെന്ന സമയത്ത് അവിടെ ഇതുപോലെ തന്നെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. ഓരോരുത്തർക്കും ഓരോ പെയിൻറ്റിങ്ങും പേപ്പേഴ്സൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് അവർക്ക് അവിടെ വെച്ച് തന്നെ ഡ്രോ ചെയ്യാൻ പറ്റിയിട്ടുള്ള കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു അവിടെ. പിന്നെ നമ്മൾ അവിടെ നിന്നൊരു പിക്ചർ മേടിച്ചായിരുന്നു. പിന്നെ ഇതുപോലത്തെ ഒരെണ്ണം ഫ്രീയും കിട്ടിയായിരുന്നു. പിക്ചർ മേടിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് വീട്ടിൽ ഫ്രെയിം ചെയ്ത് വെക്കാം. ഇതിൻ്റെ തീം എന്ന് പറയുന്നത് ഹാപ്പി ഫാമിലി എന്നാണ് അവർ പറയണത്. അങ്ങനെ നമ്മളത് പാക്ക് ചെയ്ത് മേടിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത ഷോപ്പിൽ പോയി. അവിടെ ഊത് പിന്നെ ഓർഗാനിക് പ്രോഡക്റ്റുകളൊക്കെ വിൽക്കുന്ന സ്ഥലമാണ്. ക്രീം, പെർഫ്യൂംസ്, ഷിയ ബട്ടർ, സിനമൺ, അതിൻ്റെയൊക്കെ ഓർഗാനിക് പ്രൊഡക്റ്റ് എന്നാണ് അവർ പറയണത്. അത് കഴിഞ്ഞ് എങ്ങനെയാണ് ഊത് ഉണ്ടാക്കണത്, ഓർഗാനിക്കായിട്ട് എങ്ങനെ ഉണ്ടാക്കണം, എത്ര പെർസെൻറ്റേജ് കൂട്ടിയിട്ടാണ് ആൽക്കഹോൾ മിക്സ് ചെയ്തിട്ടാണ് പെർഫ്യൂം ആക്കണത് എന്നതിനെപ്പറ്റി അവർ നമുക്ക് ക്ലാസ് എടുത്ത് തരുമായിരുന്നു. പിന്നെ ഭയങ്കര നമുക്ക് അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഗ്ലാസ് ബോട്ടിൽസൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. ഏത് തരത്തിലുള്ള അളവിലാണെങ്കിലും നമുക്ക് പെർഫ്യൂം മേടിക്കാൻ പറ്റും. അവിടെ നമുക്ക് ഹിബിസ്കസ് ടീ ആണ് കേട്ടോ ഈ കൊണ്ടുവന്നത്. നല്ല അടിപൊളി ടീ ആയിരുന്നു കേട്ടോ, സൂപ്പർ ടീ ആയിരുന്നു. ഈ ഗ്ലാസ് ബോട്ടിൽ എന്ന് പറയുന്നത് അതിൻ്റെ മുകളിൽ നമ്മൾ ഊതൊഴിക്കും, അതിൻ്റെ താഴെ നമ്മൾ ക്യാൻഡിൽ കത്തിച്ച് വെക്കുകയാണെങ്കിൽ നല്ലൊരു സ്മെല്ലായിരിക്കും സ്പ്രെഡ് ചെയ്യുക റൂമിലൊക്കെ. ഇപ്പോൾ അത് അവിടെ ഇരിക്കണ ബ്ലൂ കളറിലെ ലോട്ടസിലാണ്. ബ്ലൂ കളറാണെങ്കിലും നമ്മുടെ ഡ്രസ്സിൽ സ്പ്രേ ചെയ്യുമ്പോൾ അതിന് സ്റ്റെയിൻ ആവില്ലെന്നാണ് പറയണത്. പക്ക ഓർഗാനിക്കായിട്ട് ഉണ്ടാക്കിയ സാധനമാണ്. ഇതുപോലുള്ള ലിസ്റ്റിൽ തന്നേക്കണ സെൻറ്റുകൾ നമുക്ക് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് മേടിക്കാം. പലതരത്തിലുള്ള ഫ്ലേവേഴ്സ് ഉണ്ട്. ലോട്ടസ്, ക്ലിയോപാട്ര,
പലതരത്തിലുള്ള ML ബോട്ടിലുണ്ട്, നമുക്കിഷ്ടമുള്ള റേഞ്ചിൽ അതൊക്കെ മേടിക്കാം.